പ്രിയപ്പെട്ടവരെ നമസ്കാരം. ആടിനെ പട്ടിയാക്കുന്ന സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന് യുഡിഎഫിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തരംതാണ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലായി യുഡിഎഫ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഒന്നും ക്ലച്ച് പിടിക്കാതെ നിലം തൊടാതെ പോയ സാഹചര്യത്തിൽ പൊട്ടാത്ത മിട്ടുപോലെ കത്തിത്തീർന്ന അവസരത്തിൽ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നു 2018 പ്രളയത്തിന്റെ കഥയുമായി. ഇല്ലാത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിന് മറുപടി പറയാൻ പോലും സമയം കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ വളരെ കൃത്രിമമായി ചമച്ച ഈ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാഷ്ട്രീയ ക്രിമിനലാണ് എന്ന് പറയാൻ ഞാൻ ഇപ്പോൾ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഇയാള് മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. കരിമണൽ ഖനനം, മറ്റേ ഖനനം, അവിടെ മുഖ്യമന്ത്രിയുടെ മകള് അതിന്റെ പ്രതി, എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഇമാതിരി തെളിവില്ലാത്ത ആരോപണങ്ങളുമായി ഇനി കോടതി പരിസരത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് കോടതി പോലും വിലക്കിയ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സദാചാരമില്ലാത്തൊരു മനുഷ്യനാണ് ഈ മാത്യു കോഴി. എന്നിട്ട് അയാൾ ഇന്ന് ഒരു ബോംബ് പോലൊരു സംഭവം പൊട്ടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാ വാർത്താ ചാനലുകളും അമിത പ്രാധാന്യത്തോടെ, അതിന്റെ അടിസ്ഥാനത്തിൽ 3 മണ്ഡലങ്ങളിലെ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ അവര് പരസ്യ പ്രചരണത്തിന് അവസാനിക്കുന്ന സമയം കൊട്ടിക്കലാശത്തിന് പ്രത്യക്ഷപ്പെടില്ലാത്ര അവര് ഉപവസിക്കുകയാണ്. എന്തൊരു വികൃതമായ രാഷ്ട്രീയ തമാശ. മാണി സി കാപ്പൻ, അതുപോലെ കോ റാന്നിയിലെ പഴംകുളം മധു, അത് പഴംകുളം തന്നെയാണ്, പഴംകുളം മധു, അബിൻ വർക്കി. പരാജയം ഉറപ്പു എന്നാൽ ഇമാതിരി ഇവര് ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടിക്കലാശത്തിന് വേണ്ട ഫണ്ട് സാധാരണ പാവപ്പെട്ടവർക്ക് വേണ്ടി, എന്തിന്റെ പേരിൽ ഈ പ്രളയം കൃത്രിമമായി ഉണ്ടാക്കി എന്ന കഥയുടെ പേരും പറഞ്ഞ് വോട്ടേഴ്സ് സെന്റിമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ തൂങ്ങി എങ്ങനെയെങ്കിലും വിജയിച്ചു വരാം. എന്തൊരു ഇത് കേരളമല്ലേ? രാഷ്ട്രീയ പ്രബുദ്ധമായ ഈ കേരളത്തിലെ വോട്ടർമാരോടാണ് കളി. എന്താണ് ഇവരൊക്കെ ഈ കേരളത്തെ കുറിച്ച് വിചാരിച്ചു വെച്ചിട്ടുള്ളത്? 2018 ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പ്രകൃതി ദുരന്തം, അത് കേരളം എങ്ങനെ അതിജീവിച്ചു എന്ന് മലയാളികൾക്ക് മാത്രമേ അറിയൂ. അതിന്റെ നട്ടെല്ലായി, അതിന്റെ ശക്തി സ്വരൂപമായി നിന്നൊരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. അതിനെ നള്ളിഫൈ ചെയ്യാൻ, അതിനെ അപഹസിക്കാൻ, ഈ കേരളത്തിന്റെ മൊത്തം ജനതയുടെ മനോവീര്യത്തെ, ആത്മബലത്തെ പുച്ഛിക്കാൻ തയ്യാറായി മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ക്രിമിനൽ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത ഒരു ആരോപണം വന്നത് രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വിശാലമായ മുന്നണിയുടെ അടിസ്ഥാനത്തിൽ തെലങ്കാനയിൽ വോട്ട് തേടി അവിടെ ഈ ഇടതുപക്ഷത്തിന്റെ കൂടി സഹായത്തോടെ അധികാരത്തിലേറിയ രേവന്ത് റെഡ്ഡി, അയാൾക്കൊന്നും അറിയാത്ത ഈ പാവങ്ങളെ കൊണ്ട് പാവക്കൂത്ത് നടപ്പിലാക്കുന്ന രീതിയിൽ ഈ യുഡിഎഫിന്റെ വൃത്തികെട്ട നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ ആവർത്തിച്ച് "ഓ മോനെ ദിനേശ" എന്ന് പിണറായി വിജയൻ, അയാളുടെ അച്ഛന്റെ പ്രായമുള്ള വന്ധ്യവയോധികനായ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയെ "പോ മോനെ ദിനേശ, ബൈ ബൈ വിജയ", ഇവനൊക്കെ ആരാണ്? ആത്മബോധമുള്ള കേരളത്തിന്റെ ജനത ഈ വൃത്തികെട്ട പ്രസ്താവനയെ അംഗീകരിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവ് അദ്ദേഹത്തിന്റെ സമനില തെറ്റുന്ന വിധത്തിൽ ഇമാതിരി പ്രഘോഷണങ്ങൾ, ആഭാസത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും സമചിത്തത വിടാതെ ഒരു കാര്യം പറഞ്ഞു: "ഡാഷ് മോനെ രേവന്തേ, നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം" എന്ന വിധത്തിൽ ആരായാലും പറഞ്ഞു പോകും. അത് ആത്മാഭിമാനമുള്ള, ആത്മബോധമുള്ള ഒരു ജനതയുടെ പ്രതീകമായി പിണറായി വിജയൻ പറഞ്ഞതാണ്. അതിന് നൂറായിരം ലാൽ സലാം സഖാവേ. ഇമാതിരി കോമാളികളെയൊക്കെ കൊണ്ടുവന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നാണ് യുഡിഎഫുകാരെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി.
അത് മെയ് 4-ന് അറിയാം. നന്ദി, നമസ്കാരം.